നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ICDS സൂപ്പർവൈസർ 17/2025 1 മുതൽ 40 വരെയുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 41 മുതലുള്ള സൈക്കോളജി ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരങ്ങളുമാണ്. അപ്പോൾ 41ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഹൗ ഡിഡ് ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ക്രിസ്ത്യൻ മിഷണറീസ് ടു കേരളാസ് എഡ്യൂക്കേഷൻ സിസ്റ്റം significantly influence its socio-cultural transformation in the 19th and 20th centuries? 19ഉം 20ഉം നൂറ്റാണ്ടുകളിൽ കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക പരിഷ്കാരങ്ങളെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ വിദ്യാഭ്യാസ സംഭാവനകൾ എങ്ങനെ സ്വാധീനിച്ചു? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ബൈ എസ്റ്റാബ്ലിഷിംഗ് സ്കൂൾസ് ആൻഡ് കോളേജസ് ടു പ്രൊമോട്ട് മോഡേൺ എഡ്യൂക്കേഷൻ, ഓഫറിംഗ് സയൻസ് ആൻഡ് ഇംഗ്ലീഷ് ടു ഓൾ കമ്മ്യൂണിറ്റീസ്. ശാസ്ത്രവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും എല്ലാവർക്കും ലഭിക്കാൻ ആധുനിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്ന സ്കൂളുകളും കോളേജുകളും സ്ഥാപിച്ചു. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി നോക്കാം. 19ഉം 20ഉം നൂറ്റാണ്ടുകളിൽ കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക പരിഷ്കാരങ്ങളെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ വിദ്യാഭ്യാസ സംഭാവനകൾ എങ്ങനെ സ്വാധീനിച്ചു? ശാസ്ത്രവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും എല്ലാവർക്കും ലഭിക്കാൻ ആധുനിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്ന സ്കൂളുകളും കോളേജുകളും സ്ഥാപിച്ചു. ഇനി 42ാമത്തെ ചോദ്യം നോക്കാം. What do you think is the main duty of an early childhood professional? ശിശു വിദ്യാഭ്യാസ പ്രവർത്തകരുടെ പ്രധാന ചുമതല എന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഓപ്ഷൻ ഡി ആണ്. സപ്പോർട്ട് ചിൽഡ്രൻസ് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഇൻക്ലൂഡിംഗ് ഫിസിക്കൽ, ഇമോഷണൽ, സോഷ്യൽ ആൻഡ് കൊഗ്നിറ്റീവ് ആസ്പെക്ട്. കുട്ടികളുടെ ശാരീരികവും വൈകാരികവും സാമൂഹികവും വൈജ്ഞാനികവുമായ സമഗ്ര വികാസത്തെ പിന്തുണയ്ക്കുക. ഒന്നുകൂടെ നോക്കാം. ശിശു വിദ്യാഭ്യാസ പ്രവർത്തകരുടെ പ്രധാന ചുമതല കുട്ടികളുടെ ശാരീരികവും വൈകാരികവും സാമൂഹികവും വൈജ്ഞാനികവുമായ സമഗ്ര വികാസത്തെ പിന്തുണയ്ക്കുക. 43ാമത്തെ ചോദ്യം. വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് അലൈൻ വിത്ത് ജോൺ ഡ്യൂവീസ് ഫിലോസഫി ഓൺ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് ഡെമോക്രസി? വിദ്യാഭ്യാസവും ജനാധിപത്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ജോൺ ഡ്യൂയിയുടെ തത്വചിന്ത ചുവടെ പറയുന്ന ഏതെല്ലാം പ്രസ്താവനകളുമായി പൊരുത്തപ്പെടുന്നു? 1, 2, 4 ആണ്. വിദ്യാഭ്യാസം തുല്യവും സ്വാതന്ത്ര്യവും പോലുള്ള ജനാധിപത്യ മൂല്യങ്ങൾ വളർത്തുന്ന ഒരു ഉപകരണമാണ്. എഡ്യൂക്കേഷൻ ഈസ് എ ടൂൾ ഫോർ ഫോസ്റ്ററിംഗ് ഡെമോക്രാറ്റിക് വാല്യൂസ് ലൈക്ക് ഈക്വാലിറ്റി ആൻഡ് ഫ്രീഡം. എഡ്യൂക്കേഷൻ ഷുഡ് പ്രിപ്പയർ ഇൻഡിവിജ്വൽസ് ടു പാർട്ടിസിപ്പേറ്റ് ആക്റ്റീവ്ലി ഇൻ ഡെമോക്രാറ്റിക് പ്രോസസ്സ്. ജനാധിപത്യ പ്രക്രിയയിൽ സജീവമായിട്ട് ഇടപെടാൻ എഡ്യൂക്കേറ്റേഴ്സിനെ പ്രാപ്തരാക്കുന്നു. എഡ്യൂക്കേഷൻ ഡിസ്കറേജസ് അതോറിറ്റേറിയൻ ഗവേണൻസ് ബൈ പ്രൊമോട്ടിംഗ് ക്രിട്ടിക്കൽ തിങ്കിങ്. വിദ്യാഭ്യാസം വിമർശനാത്മക ചിന്തയിലൂടെ സ്വേച്ഛാധിപത്യ ഭരണത്തെ തടയുന്നു. അപ്പോൾ അതിനകത്ത് ഉൾപ്പെടാത്ത എന്താണ്? 3ാമത്തെ, എഡ്യൂക്കേഷൻ എംഫസൈസസ് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിംഗ് ടു എൻഷ്യൂർ സൊസൈറ്റൽ ഇക്വാലിറ്റി. വിദ്യാഭ്യാസം ഏകമാനക പരീക്ഷകളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇതിലൂടെ സമൂഹത്തിലെ തുല്യത ഉറപ്പാക്കുന്ന ഏകമാനക പരീക്ഷകളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് തെറ്റാണ്. അപ്പം ജോൺ ഡ്യൂയിയുടെ അഭിപ്രായത്തിൽ എഡ്യൂക്കേഷനും ഡെമോക്രസിയും തമ്മിലുള്ള ബന്ധമാണ് 1, 2, 4. എഡ്യൂക്കേഷൻ ഈസ് എ ടൂൾ ഫോർ ഫോസ്റ്ററിംഗ് ഡെമോക്രാറ്റിക് വാല്യൂസ് ലൈക്ക് ഇക്വാലിറ്റി ആൻഡ് ഫ്രീഡം. എഡ്യൂക്കേഷൻ ഷുഡ് പ്രിപ്പയർ ഇൻഡിവിജ്വൽസ് ടു പാർട്ടിസിപ്പേറ്റ് ആക്റ്റീവ്ലി ഇൻ ഡെമോക്രാറ്റിക് പ്രോസസ്സസ്. എഡ്യൂക്കേഷൻ ഡിസ്കറേജസ് അതോറിറ്റേറിയൻ ഗവർണൻസ് ബൈ പ്രൊമോട്ടിംഗ് ക്രിട്ടിക്കൽ തിങ്കിങ്. 44ാമത്തെ ചോദ്യം. ഹൗ ദസ് ഡെവലപ്മെന്റലി അപ്രോപ്രിയേറ്റ് പ്രാക്ടീസ് കോൺട്രിബ്യൂട്ട് ടു സൊസൈറ്റൽ പ്രോഗ്രസ് ഇൻ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ? എന്താണ് പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിലെ സാമൂഹിക പുരോഗതിക്ക് എന്ത് സംഭാവന നൽകുന്നു? ഓപ്ഷൻ ബി ആണ്. ബൈ പോസ്റ്ററിംഗ് ദ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇൻക്ലൂഡിംഗ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ സ്കിൽസ്. കുട്ടികളുടെ സാമൂഹികവും വൈകാരികവുമായ സമഗ്ര വികസനത്തിന് പ്രാധാന്യം നൽകുന്നു. ഹൗ ദസ് ഡെവലപ്മെന്റലി അപ്രോപ്രിയേറ്റ് പ്രാക്ടീസ് DAP കോൺട്രിബ്യൂട്ട് ടു സൊസൈറ്റൽ പ്രോഗ്രസ് ഇൻ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ? ഡെവലപ്മെന്റലി അപ്രോപ്രിയേറ്റ് പ്രാക്ടീസ് DAP പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിലെ സാമൂഹിക പുരോഗതിക്ക് എന്ത് സംഭാവന നൽകുന്നു? ബൈ ഫോസ്റ്ററിംഗ് ദ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇൻക്ലൂഡിംഗ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ സ്കിൽസ്. കുട്ടിയുടെ സാമൂഹികവും വൈകാരികവുമായ സമഗ്ര വികസനത്തിന് പ്രാധാന്യം നൽകുന്നു. നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. 45ാമത്തെ ചോദ്യം. ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എഡ്യൂക്കേഷണൽ ഫിലോസഫീസ് ഓഫ് മോണ്ടിസോറി ആൻഡ് പിയാഷെ റിഗാർഡിംഗ് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ലേണിംഗ് ഈസ്. കുട്ടികളുടെ വളർച്ചയെയും പഠനത്തെയും സംബന്ധിച്ച് മോണ്ടിസോറിയുടെയും പിയാഷെയുടെയും വിദ്യാഭ്യാസ ചിന്തകൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? മോണ്ടിസോറിയുടെയും പിയാഷെയുടെയും തിയറികൾ തമ്മിലുള്ള വ്യത്യാസം എന്നാണ്. എന്തിനെ സംബന്ധിച്ച്? കുട്ടികളുടെ വളർച്ചയെയും
പഠനത്തെയും സംബന്ധിച്ച്. ഓപ്ഷൻ എ ആണ് ആൻസർ. മോണ്ടിസോറി എംബസൈസസ് സെൻസറി എക്സ്പീരിയൻസസ്, പിയാഷെ എംബസൈസസ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. മോണ്ടിസോറി ഇന്ദ്രിയാനുഭവങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു, പിയാഷെ വൈജ്ഞാനിക വികാസത്തിന് പ്രാധാന്യം നൽകുന്നു. ഒന്നും കൂടെ നോക്കാം. ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എഡ്യൂക്കേഷണൽ ഫിലോസഫീസ് ഓഫ് മോണ്ടിസോറി ആൻഡ് പിയാഷെ റിഗാർഡിംഗ് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ലേണിംഗ് ഈസ്. കുട്ടികളുടെ വളർച്ചയെയും പഠനത്തെയും സംബന്ധിച്ച് മോണ്ടിസോറിയുടെയും പിയാഷെയുടെയും വിദ്യാഭ്യാസ ചിന്തകൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം. മോണ്ടിസോറി എംബസൈസസ് സെൻസറി എക്സ്പീരിയൻസസ്, പിയാഷെ എംബസൈസസ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. മോണ്ടിസോറി ഇന്ദ്രിയാനുഭവങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു, പിയാഷെ വൈജ്ഞാനിക വികസനത്തിന് പ്രാധാന്യം നൽകുന്നു. ഇനി 46ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ എസെൻഷ്യൽ സ്കിൽ ഫോർ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്റേഴ്സ്. താഴെ പറയുന്നവയിൽ പ്രീ പ്രൈമറി അധ്യാപകർക്ക് ഉണ്ടാകേണ്ട അനിവാര്യമായ കഴിവ്. ഓപ്ഷൻ ബി ആണ് ഒബ്സർവേഷൻ സ്കിൽ, നിരീക്ഷണ വൈദഗ്ധ്യം. ഒന്നും കൂടി പറയാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ എസെൻഷ്യൽ സ്കിൽ ഫോർ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്റേഴ്സ്. താഴെ പറയുന്നവയിൽ പ്രീ പ്രൈമറി അധ്യാപകന് ഉണ്ടായിരിക്കേണ്ട അനിവാര്യമായ കഴിവ് ഒബ്സർവേഷൻ സ്കില്ലാണ് ഉണ്ടായിരിക്കേണ്ടത്. 47ാമത്തെ ചോദ്യം. വൈ ഈസ് കൾച്ചറൽ കോമ്പിറ്റൻസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്റേഴ്സ്. പ്രീ പ്രൈമറി അധ്യാപകർക്ക് സാംസ്കാരിക കഴിവുകൾ ഉള്ളവരാകണം. എന്തുകൊണ്ടാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇറ്റ് എൻഷ്യൂർ റെസ്പെക്ട് ഫോർ ചിൽഡ്രൻസ് ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ട്. കുട്ടികളുടെ വൈവിധ്യമാർന്ന പശ്ചാത്തലങ്ങളോടുള്ള ആദരവ് വളർത്തുവാൻ. 47ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി. വൈ ഈസ് കൾച്ചറൽ കോമ്പിറ്റൻസ് ഇമ്പോർട്ടൻസ് ഫോർ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്റേഴ്സ്. പ്രീ പ്രൈമറി അധ്യാപകർക്ക് സാംസ്കാരികമായ കഴിവുകൾ ഉള്ളവരാകണം. എന്തുകൊണ്ടാണ്? ഇറ്റ് എൻഷ്യൂർ റെസ്പെക്ട് ഫോർ ചിൽഡ്രൻസ് ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ട്. കുട്ടികളുടെ വൈവിധ്യമാർന്ന പശ്ചാത്തലങ്ങളോടുള്ള ആദരവ് വളർത്തുവാൻ വേണ്ടി. 48ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ആർ എസെൻഷ്യൽ ഇൻ ദ ഓർഗനൈസേഷൻ ഓഫ് പ്രീ പ്രൈമറി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പ്രീ പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സംഘാടനത്തിൽ നിർണായകമായ ഘടകങ്ങൾ ഏവ? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 4. ഒന്ന് നോക്കാം. ട്രെയിൻഡ് ടീച്ചേഴ്സ് വിത്ത് എക്സ്പെർട്ടൈസ് ഇൻ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ, സേഫ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ് ഫോർ ചിൽഡ്രൻ, പ്രൊവിഷൻ ഓഫ് ഏജ് അപ്രോപ്രിയേറ്റ് ലേണിംഗ് മെറ്റീരിയൽസ്. പ്രീ പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സംഘാടനത്തിൽ നിർണായകമായ ഘടകങ്ങൾ: പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ വിദഗ്ധമായ പരിശീലനം ലഭിച്ച അധ്യാപകർ, കുട്ടികൾക്ക് സുരക്ഷിതത്വവും പ്രചോദനാത്മകവുമായ അന്തരീക്ഷം, പ്രായത്തിന് അനുയോജ്യമായ പഠന സാമഗ്രികളുടെ ലഭ്യത. അപ്പൊ ഇതിൽ പെടാത്തത് ഏതാ? അക്കാദമിക് നേട്ടങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും. കുഞ്ഞു കുട്ടികളോടൊപ്പം അക്കാദമിക് നേട്ടങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കൽ അതിനകത്ത് ഉൾപ്പെടുന്നതല്ല. 49ാമത്തെ ചോദ്യം. ഒരു അസേർഷൻ തന്നിട്ടുണ്ട്. ഗവൺമെന്റ് ഏജൻസീസ് ലൈക്ക് ICDS ആൻഡ് അംഗൻവാടീസ് പ്ലേ എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. അതിന്റെ റീസൺ തന്നേക്കുന്നത് they ensure nutritional health and educational support for young children and their families. ICDS അംഗൻവാടികൾ പോലുള്ള സർക്കാർ ഏജൻസികൾ ഇന്ത്യയിൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം വഹിക്കുന്നു. കാരണം ഇവയിലൂടെ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പോഷകാഹാരം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസ പിന്തുണ എന്നിവ ഉറപ്പാക്കുന്നു. ഓപ്ഷൻ എ ആണ് ശരി. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അവകാശവാദവും കാരണവും ശരിയാണ്, കൂടാതെ കാരണം വാദത്തിന്റെ ശരിയായ വിശദീകരണമാണ്. ഒന്നുകൂടെ പറയാം. ഗവൺമെന്റ് ഏജൻസീസ് ലൈക്ക് ICDS ആൻഡ് അംഗൻവാടീസ് പ്ലേ എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ പ്രൈമറി എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ICDS അംഗൻവാടികൾ പോലുള്ള സർക്കാർ ഏജൻസികൾ ഇന്ത്യയിൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം വഹിക്കുന്നു. They ensure nutritional health and educational support for young children and their families. ഇവയിലൂടെ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പോഷകാഹാരം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസ പിന്തുണ എന്നിവ ഉറപ്പാക്കുന്നു. എയും ആറും കറക്റ്റ് ആണ്. 6 എന്ന് പറയുന്നത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് എയുടെ. 50ാമത്തെ ചോദ്യം. ഹൗ ക്യാൻ ഇൻക്ലൂഷൻ ബി പ്രൊമോട്ടഡ് ഇൻ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ബൈ അഡ്രസ്സിംഗ് ദ ഡൈവേഴ്സ് കൾച്ചറൽ ആൻഡ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സ് ഓഫ് ചിൽഡ്രൻ ആൻഡ് ദെയർ ഫാമിലീസ്. ശിശു വിദ്യാഭ്യാസത്തിൽ കുട്ടികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും വൈവിധ്യമാർന്ന സാംസ്കാരികവും സാമൂഹികവുമായ പശ്ചാത്തലങ്ങൾ എങ്ങനെ ഉൾപ്പെടുത്തി നടപ്പാക്കാം? ഓപ്ഷൻ എ ആണ് ഉത്തരം. ബൈ ക്രിയേറ്റിംഗ് ക്ലാസ് റൂം ആക്ടിവിറ്റീസ് ദാറ്റ് റിഫ്ലക്ട് ആൻഡ് സെലിബ്രേറ്റ് ഓൾ ചിൽഡ്രൻസ് കൾച്ചറൽ ഐഡന്റിറ്റീസ്.
കുട്ടികളുടെ സാംസ്കാരിക തനിമകളെ പ്രതിഫലിപ്പിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ക്ലാസ് മുറികളും പ്രവർത്തനങ്ങളും സൃഷ്ടിക്കുന്നു. ഒരിക്കൽ കൂടി, ഹൗ ക്യാൻ ഇൻക്ലൂഷൻ ബി പ്രൊമോട്ടഡ് ഇൻ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ by addressing the diverse cultural and social backgrounds of children and their families. ശിശു വിദ്യാഭ്യാസത്തിൽ കുട്ടികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും വൈവിധ്യമാർന്ന സാംസ്കാരികവും സാമൂഹികവുമായ പശ്ചാത്തലങ്ങൾ എങ്ങനെ ഉൾപ്പെടുത്തി നടപ്പാക്കാം? by creating classroom activities that reflect and celebrate all children's cultural identities. കുട്ടികളുടെ സാംസ്കാരിക തനിമകളെ പ്രതിഫലിപ്പിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ക്ലാസ് മുറികളും പ്രവർത്തനങ്ങളും സൃഷ്ടിക്കുന്നു. 51ാമത്തെ ചോദ്യം നോക്കാം. Educators can effectively uphold the principles of the UN Convention on Rights of the Child to ensure children's holistic development and participation in their education. UNCRCയുടെ കുട്ടികളുടെ അവകാശങ്ങൾക്ക് കുറിച്ചുള്ള UN കരാറാണ് തത്വങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് കുട്ടികളുടെ സമഗ്ര വളർച്ചയും വിദ്യാഭ്യാസത്തിലുള്ള പങ്കാളിത്തവും ഉറപ്പാക്കാൻ അധ്യാപകരെ പ്രാപ്തരാക്കുന്നത്. ഓപ്ഷൻ എ ആണ് by actively involving children in decision-making processes that affect their learning and well-being, respecting their voices and opinions. കുട്ടികളുടെ പഠനത്തെയും ക്ഷേമത്തെയും ബാധിക്കുന്ന തീരുമാനങ്ങളിൽ അവരെ സജീവമായി ഉൾപ്പെടുത്തി അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട്. 51ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി. Educators can effectively uphold the principles of the UN Convention on the Rights of the Child to ensure children's holistic development and participation in their education. UNCRCയുടെ കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള UN കരാറാണത് തത്വങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് കുട്ടികളുടെ സമഗ്രമായ വളർച്ചയും വിദ്യാഭ്യാസത്തിലുള്ള പങ്കാളിത്തവും ഉറപ്പാക്കാൻ അധ്യാപകരെ പ്രാപ്തരാക്കുന്നത് by actively involving children in decision-making processes that affect their learning and well-being, respecting their voices and opinions. കുട്ടികളുടെ പഠനത്തെയും ക്ഷേമത്തെയും ബാധിക്കുന്ന തീരുമാനങ്ങളിൽ അവരെ സജീവമായി ഉൾപ്പെടുത്തി അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട്. 52ാമത്തെ ചോദ്യം നോക്കാം. The key strategy used to modernize Kerala's education system was. കേരളത്തിലെ വിദ്യാഭ്യാസ വ്യവസ്ഥയെ ആധുനികമാക്കാൻ ഉപയോഗിച്ച പ്രധാന രീതി. ഓപ്ഷൻ സി ആണ് ഉത്തരം. Establishing an inclusive education system that provide equal opportunities for all communities and emphasized secular and scientific learning. എല്ലാവർക്കും തുല്യമായ അവസരങ്ങൾ നൽകുകയും സാംസ്കാരികവും ശാസ്ത്രീയവുമായ പഠനത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്തു. ഒരിക്കൽ കൂടി പറയാം. കേരളത്തിലെ വിദ്യാഭ്യാസ വ്യവസ്ഥയെ ആധുനികമാക്കാൻ ഉപയോഗിച്ച പ്രധാന രീതി എല്ലാവർക്കും തുല്യമായ അവസരങ്ങൾ നൽകുകയും സാംസ്കാരികവും ശാസ്ത്രീയവുമായ പഠനത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്തു. 53ാമത്തെ ചോദ്യം നോക്കാം. Match the following Indian philosophers with their contributions to education. Match the following ചെയ്യാനാണ്. ലിസ്റ്റ് എ ഫിലോസഫേഴ്സും തന്നിട്ടുണ്ട്, ലിസ്റ്റ് ബി കോൺട്രിബ്യൂഷൻസും തന്നിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 1 എ ആണ്. മഹാത്മാഗാന്ധി പ്രൊമോട്ടഡ് എഡ്യൂക്കേഷൻ ആസ് എ ടൂൾ ഫോർ സെൽഫ് റിലയൻസ് ആൻഡ് മോറൽ ഡെവലപ്മെന്റ്. മഹാത്മാഗാന്ധി സ്വയം പര്യാപ്തതയും ധാർമ്മികത വികാസത്തിന് ഉതകുന്ന വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു. 2 ബി ആണ്. രവീന്ദ്രനാഥ ടാഗോർ അഡ്വക്കേറ്റഡ് ക്രിയേറ്റിവിറ്റി ആൻഡ് നേച്ചർ ബേസ്ഡ് ലേണിംഗ് വിത്ത് ഗ്ലോബൽ അവയർനെസ്. രവീന്ദ്രനാഥ ടാഗോർ സർഗാത്മകതയും പ്രകൃതിയിൽ അധിഷ്ഠിതവുമായ ആഗോള ബോധ്യമുള്ള പഠനരീതി സൃഷ്ടിച്ചു. 3 സി ആണ്. സ്വാമി വിവേകാനന്ദ എംബസൈസ്ഡ് ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ encompassing physical, mental and spiritual growth. ശാരീരിക, മാനസിക, ആത്മീയ വളർച്ച ഉൾപ്പെടുന്ന സമഗ്രമായ വിദ്യാഭ്യാസം മുന്നോട്ട് വെച്ചു സ്വാമി വിവേകാനന്ദൻ. ജിദ്ദു കൃഷ്ണമൂർത്തി എന്താ ചെയ്തത്? എൻകറേജ്ഡ് ഫ്രീ തിങ്കിങ് ആൻഡ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഫോർ ലൈഫ്. സ്വതന്ത്ര ചിന്തയെയും അനുഭവാധിഷ്ഠിതമായ പഠനവും പ്രോത്സാഹിപ്പിച്ചു. 1, 2, 3, 4 ABCD. അത് കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് പറയുന്നത്. 1A, 2B, 3C, 4D. ആ ഓർഡറിൽ തന്നെയാണ് പോകുന്നത്. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി നോക്കാം. താഴെ പറയുന്ന ഇന്ത്യൻ ദാർശനികരെ അവരുടെ വിദ്യാഭ്യാസ സംഭാവനകളുമായി പൊരുത്തപ്പെടുത്തുക. മഹാത്മാഗാന്ധി സ്വയം പര്യാപ്തതയും ധാർമ്മിക വികാസത്തിനും ഉതകുന്ന വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു. രവീന്ദ്രനാഥ ടാഗോർ സർഗാത്മകതയും പ്രകൃതിയിൽ അധിഷ്ഠിതവുമായ ആഗോള ബോധമുള്ള പഠനരീതി പ്രചരിപ്പിച്ചു. സ്വാമി വിവേകാനന്ദൻ ശാരീരിക, മാനസിക, ആത്മീയ വളർച്ച ഉൾപ്പെടുന്ന സമഗ്രമായ വിദ്യാഭ്യാസം മുന്നോട്ട് വെച്ചു. ജിദ്ദു കൃഷ്ണമൂർത്തി സ്വതന്ത്ര ചിന്തയും അനുഭവാധിഷ്ഠിതമായ പഠനവും പ്രോത്സാഹിപ്പിച്ചു. 54ാമത്തെ ചോദ്യം. വാട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രീ സ്കൂൾ ചിൽഡ്രൻ മേക്സ് പ്ലേ ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ദെയർ എഡ്യൂക്കേഷൻ.
എന്ത് പ്രത്യേകതയാണ് കളികളെ പ്രീസ്കൂൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ നിർണായക ഭാഗമാക്കുന്നത്? ഓപ്ഷൻ ഡി ആണ്. നിരീക്ഷണത്തിലൂടെ ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിലൂടെ മികച്ച രീതിയിൽ പഠിക്കുന്നു. ലേൺ ബെസ്റ്റ് ത്രൂ ഒബ്സർവേഷൻ ആൻഡ് ആക്ടിവിറ്റീസ്. വാട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രീസ്കൂൾ ചിൽഡ്രൻ മേക്ക് പ്ലേ ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ദെയർ എഡ്യൂക്കേഷൻ? എന്ത് പ്രത്യേകതയാണ് കളികളെ പ്രീസ്കൂൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് നിർണായക ഭാഗമാക്കുന്നത്? ലേൺ ബെസ്റ്റ് ത്രൂ ഒബ്സർവേഷൻ ആൻഡ് ആക്ടിവിറ്റീസ്. നിരീക്ഷണത്തിലൂടെയും ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിലൂടെയും മികച്ച രീതിയിൽ പഠിക്കുന്നു. 55-ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കീ ഫീച്ചേഴ്സ് ഓഫ് ആൻ എഫക്റ്റീവ് പ്രീസ്കൂൾ ക്ലാസ് റൂം? ഫലപ്രദമായ പ്രീസ്കൂൾ ക്ലാസ് മുറിയിൽ പ്രധാന പ്രത്യേകതകൾ എന്തെല്ലാം? ഓപ്ഷൻ ഡി ആണ് 1 3. സെപ്പറേറ്റ് ലേണിംഗ് കോർണേഴ്സ് ഫോർ സ്പെസിഫിക് ആക്ടിവിറ്റീസ്. പ്രവർത്തനങ്ങൾക്കായി വ്യത്യസ്ത പ്രവർത്തന ഇടങ്ങൾ. പിന്നെ വേണ്ടത് മൂന്നാമത്തതാണ് ചൈൽഡ് ഫ്രണ്ട്ലി ഫർണിച്ചർ ആൻഡ് കൾച്ചറൽ ഡെക്കർ. ഏതാണ് മൂന്നാമത്തത് നോക്കാം. ശിശു സൗഹാർദ്ദപരമായ ഫർണിച്ചറുകളും നിറപ്പകിട്ടാർന്ന അലങ്കാരങ്ങളും. ഫലപ്രദമായ പ്രീസ്കൂൾ ക്ലാസ് മുറിയുടെ പ്രധാന പ്രത്യേകതകൾ. പ്രവർത്തനങ്ങൾക്കായി വ്യത്യസ്ത പ്രവർത്തന ഇടങ്ങൾ. ശിശു സൗഹാർദ്ദപരമായ ഫർണിച്ചറുകളും നിറപ്പകിട്ടാർന്ന അലങ്കാരങ്ങളും. 56-ാമത്തെ ചോദ്യം നോക്കാം. അസേർഷനും റീസണുമാണ് തന്നേക്കുന്നത്. അവകാശവാദവും കാരണവും. പ്ലേ ബേസ്ഡ് ലേണിംഗ് ഈസ് ക്രിട്ടിക്കൽ ഫോർ പ്രീസ്കൂൾ ചിൽഡ്രൻ. പ്രീസ്കൂൾ കുട്ടികൾക്ക് കളിയിൽ അധിഷ്ഠിതമായ പഠനം നിർണായകമാണ്. അതിന്റെ കാരണം പറഞ്ഞേക്കുന്നത് എന്താ? ഇറ്റ് ഹെൽപ്സ് ചിൽഡ്രൻ ഡെവലപ്പ് മോട്ടോർ സ്കിൽ, സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ത്രൂ എൻഗേജിങ് ആക്ടിവിറ്റീസ്. കളികൾ ചലനപരമായ കഴിവുകൾ, ആശയവിനിമയം, സർഗാത്മകത എന്നിവ കുട്ടികളിൽ വികസിപ്പിക്കുവാൻ സഹായിക്കും. ഓപ്ഷൻ സി ആണ്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അവകാശവാദവും കാരണവും ശരിയാണ്. കൂടാതെ അവകാശവാദത്തിന്റെ ശരിയായ വിശദീകരണമാണ് എ എന്ന് പറയുന്നത്. 57-ാമത്തെ ചോദ്യം. മാച്ച് ദ പ്രീസ്കൂൾ ക്ലാസ് റൂം ഫീച്ചേഴ്സ് വിത്ത് എ പർപ്പസസ്. എയും ബി. എയിലെ ക്ലാസ് റൂം ഫീച്ചേഴ്സും ബിയിലെ പർപ്പസസും തന്നിട്ടുണ്ട്. അത് മാച്ച് ചെയ്യാനാണ്. ബി ആണ് ഉത്തരം. 1 ഡി ആണ്. എന്താണ്? ലേണിംഗ് കോർണേഴ്സിൽ ഓഫർ സ്പെസിഫിക് സ്പേസ് ഫോർ വേരിയഡ് ആക്ടിവിറ്റീസ്. പഠന ഇടങ്ങളിൽ വിവിധ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക സ്ഥലങ്ങൾ നൽകുന്നു. 1 ഡി. 2 സി ആണ്. ചൈൽഡ് ഫ്രണ്ട്ലി ഫർണിച്ചർ ആണ്. പ്രൊവൈഡ്സ് എ സേഫ് ആൻഡ് കംഫർട്ടബിൾ ലേണിംഗ് എൻവയോൺമെന്റ്. ശിശു സൗഹാർദ്ദപരമായ ഫർണിച്ചറുകൾ എന്താണ് നൽകുന്നത്? സുരക്ഷിതവും സുഖകരവുമായ പഠനാന്തരീക്ഷം നൽകുന്നു. 3 എ ആണ്. 3 സ്റ്റോറി ടെല്ലിംഗ് സെക്ഷൻസ് ഉണ്ട്. എൻകറേജസ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആൻഡ് ഇമാജിനേഷൻ. കഥ പറച്ചിൽ സെക്ഷനുകൾ ഭാഷാ വികസനവും കൽപ്പനാശേഷിയും പ്രോത്സാഹിപ്പിക്കുന്നു. പിന്നെ 4 ബി ആണ്. ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഓഫർ സ്പെസിഫിക് സ്പേസസ് ഫോർ വേരിയഡ് ആക്ടിവിറ്റീസ്. കൂട്ടായ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടായ പ്രവർത്തനങ്ങൾ കുട്ടികളിൽ സഹകരണമുള്ള ടീം ജോലികൾ മെച്ചപ്പെടുത്തുന്നു. അപ്പം ഓപ്ഷൻ ബി ആയിരുന്നു ഉത്തരം. 58-ാമത്തെ ചോദ്യം നോക്കാം. ഡാഷ് വാസ് ദ മെയിൻ ലിമിറ്റേഷൻ ഓഫ് ഏൻഷ്യൻ പെർസ്പെക്റ്റീവ്സ് ഓൺ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പുരാതന കാഴ്ചപ്പാടുകൾ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന പരിമിതി എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്. കാസ്റ്റ് ബേസ്ഡ് എക്സ്ക്ലൂസിവിറ്റി ആൻഡ് ലിമിറ്റഡ് പ്രിവിലേജ്. ജാതി അടിസ്ഥാനത്തിലുള്ള പ്രത്യേക അവകാശങ്ങളും പരിമിതപ്പെട്ട ആനുകൂല്യങ്ങളും നൽകി. 59-ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിഫൈൻസ് ഹെൽത്ത് ആസ്? ഹെൽത്ത് ഈസ് എ സ്റ്റേജ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫോർമിറ്റി. ആരോഗ്യം എന്നാൽ രോഗമോ അംഗവൈകല്യമോ ഇല്ലാത്ത അവസ്ഥ മാത്രമല്ല, ശാരീരികവും മാനസികവുമായി സാമൂഹികവുമായുള്ള പരിപൂർണ സുസ്ഥിരതയാണ്. ആരോഗ്യത്തെക്കുറിച്ചുള്ള ഈ നിർവചനം ആരുടേതാണ്? അതിനകത്ത് AMAയും CDCയും ബയോമെഡിക്കൽ ഡെഫിനിഷനും നൺ ഓഫ് ദ എബോവ് ആണ് തന്നേക്കുന്നത്. ആൻസർ നൺ ഓഫ് ദ എബോവ് ആണ്. 60-ാമത്തെ ചോദ്യം. ഫാക്ടേഴ്സ് അഡ്വേഴ്സ്ലി അഫക്റ്റിംഗ് ഫിസിക്കൽ ഹെൽത്ത്. സ്ത്രീകളുടെ ശാരീരിക ആരോഗ്യത്തിന് പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2, 3, 4 ആണ്. 2 ലാക്ക് ഓഫ് ഹൈജീൻ, ശുചിത്വമില്ലായ്മ. 2, 3, 4. 3 എന്താണ്? അൺഹെൽത്തി ഹാബിറ്റ്, അനാരോഗ്യമായ ശീലങ്ങൾ. 4 ഇംപ്രോപ്പർ ന്യൂട്രീഷൻ, തെറ്റായ പോഷണം. സ്ത്രീകളുടെ ശാരീരിക ആരോഗ്യത്തിന് പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങൾ: ശുചിത്വമില്ലായ്മ, അനാരോഗ്യകരമായ ശീലങ്ങൾ, തെറ്റായ പോഷണം.
61ാമത്തെ ചോദ്യം നോക്കാം. Which of the following reasons results the complications such as abortion, lack of adequate breast milk, birth defect, injury to the baby's internal organs? ഗർഭം, അലസൽ, മുലപ്പാലിന്റെ അഭാവം, ജന്മവൈകല്യങ്ങൾ, കുഞ്ഞിന്റെ ആന്തരികാവയവങ്ങൾക്ക് ക്ഷതം എന്നീ വൈഷമ്യങ്ങൾക്ക് കാരണം എന്താണ്? ഓപ്ഷൻ ഡി ആണ് കൺസെപ്ഷൻ ബിഫോർ ദ ഏജ് ഓഫ് 21. 21 വയസ്സിന് മുന്നേയുള്ള ഗർഭധാരണമാണ്. 21 വയസ്സിന് മുന്നേയുള്ള ഗർഭധാരണമാണ് ഗർഭം, അലസൽ, മുലപ്പാലിന്റെ അഭാവം, ജന്മവൈകല്യങ്ങൾ, കുഞ്ഞിന്റെ ആന്തരികാവയവങ്ങൾക്ക് ക്ഷതം എന്നീ വൈകല്യങ്ങൾക്ക് കാരണം. 62ാമത്തെ ചോദ്യം നോക്കാം. Which of the following statements about protein are correct? താഴെ പറയുന്നവയിൽ പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്? ഓപ്ഷൻ സി ആണ്. 2, 3 മാത്രമാണ്. സെറം ആൽബുമിൻ ഈസ് എ പ്രോട്ടീൻ. പ്രോട്ടീൻസ് ആർ ഓർഗാനിക് കോമ്പൗണ്ട് ഓഫ് നൈട്രജൻ. സെറം ആൽബുമിൻ ഒരു പ്രോട്ടീൻ ആണ്. നൈട്രജൻ അടങ്ങിയ ജൈവ സംയുക്തമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. പ്രോട്ടീനെ കുറിച്ചുള്ളത് സെറം ആൽബുമിൻ ഒരു പ്രോട്ടീൻ ആണ്. നൈട്രജൻ അടങ്ങിയ ജൈവ സംയുക്തമാണ് പ്രോട്ടീൻ. 63ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ക്രെറ്റനിസം? എന്താണ് ക്രെറ്റനിസം എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്. ദ ഡിസീസ് ദാറ്റ് ഒക്കേഴ്സ് ഇൻ എ ന്യൂ ബോൺ ഡ്യൂ ടു ദ ലാക്ക് ഓഫ് അയഡിൻ ഇൻ ദ ഡയറ്റ് ഓഫ് ദ പ്രഗ്നന്റ് മദർ. ഗർഭിണിയായ അമ്മയുടെ ഭക്ഷണത്തിൽ അയഡിന്റെ അഭാവം മൂലം ഒരു നവജാത ശിശുവിൽ ഉണ്ടാകുന്ന രോഗമാണ് എന്തെന്ന് പറയുന്നത്? ക്രെറ്റനിസം എന്ന് പറയുന്നത്. ഇനി 64ാമത്തെ ചോദ്യം നോക്കാം. ടേബിൾ ഗിവൻ ബിലോ റെപ്രസെന്റ്സ് ബാലൻസ് ഡയറ്റ് ഫോർ പ്രീ സ്കൂൾ ചിൽഡ്രൻ. പ്രീ പ്രൈമറി കുട്ടികളുടെ സമീകൃത ആഹാരവുമായി ബന്ധപ്പെട്ട ഒരു ചാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതാ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി നോക്കാം. ഇറ്റ് റെപ്രസെന്റ്സ് ലോ കോസ്റ്റ് ബാലൻസ്ഡ് ഡയറ്റ്. അത് റെപ്രസെന്റ് ചെയ്യുന്നത് ലോ കോസ്റ്റ് ബാലൻസ്ഡ് ഡയറ്റ് ആണ്. കാലറീസും സെറൽസും പൾസസും ഗ്രീൻ ലീഫി വെജിറ്റബിൾസും അതർ വെജിറ്റബിൾസ്, റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ്, ഫ്രൂട്ട്സ് ആൻഡ് ഫാറ്റ്സ് ആൻഡ് ഓയിൽ, മീൽ, ഫിഷ് ആൻഡ് എഗ്സ്, ഷുഗർ ആൻഡ് ജാഗർ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. അപ്പോൾ അതെന്താണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ചെലവ് കുറഞ്ഞ സമീകൃത ആഹാരത്തിന്റെ ചാർട്ടാണത്. 65ാമത്തെ ചോദ്യം നോക്കാം. ഇൻ വിച്ച് സിറ്റുവേഷൻ ഷുഡ് ദ ഫോളോയിങ് ഫസ്റ്റ് എയ്ഡ് സ്റ്റെപ്സ് ബി ടേക്കൺ? ഏത് അപകടം സംഭവിച്ചാലാണ് താഴെ പറയുന്ന പ്രഥമ ശുശ്രൂഷ നൽകുന്നത്? ഓപ്ഷൻ സി നോക്കാം. എന്തൊക്കെയാണ്? കുറച്ചു സമയം രക്തം വാർന്നു പോകാൻ അനുവദിക്കണം, ശുദ്ധമായ തുണി കൊണ്ട് മുറിവ് വച്ച് കെട്ടണം, മുറിവ് വീര്യം കുറഞ്ഞ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകണം. ഇതൊക്കെ ചെയ്യേണ്ടത് എന്ത് സംഭവിച്ചാലാണ്? പട്ടി കടിച്ചാലാണ്. ബിറ്റൻ ബൈ ഡോഗ് ആണ്. ഏത് അപകടം സംഭവിച്ചാലാണ് താഴെ പറയുന്ന പ്രഥമ ശുശ്രൂഷ നൽകുന്നത്? കുറച്ചു സമയം രക്തം വാർന്നു പോകാൻ അനുവദിക്കുക, ശുദ്ധമായ തുണി കൊണ്ട് മുറിവ് വച്ച് കെട്ടുക, മുറിവ് വീര്യം കുറഞ്ഞ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. അത് പട്ടി കടിച്ചാലാണ് അങ്ങനെ ചെയ്യേണ്ടത്. ഇനി 66ാമത്തെ ചോദ്യം നോക്കാം. എ ഗവൺമെന്റ് സ്കീം ദാറ്റ് എൻഷ്യൂർസ് ഗേൾസ് എഡ്യൂക്കേഷൻ ആൻഡ് ഫ്യൂച്ചർ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി. കുട്ടികളുടെ വിദ്യാഭ്യാസവും ഭാവിയിലുള്ള സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്ന സർക്കാർ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സുകന്യ സമൃദ്ധി യോജന SSY ആണ്. 67ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇന്റഗ്രേറ്റഡ് ഹെൽത്ത് മാനേജ്മെന്റ് പ്രോഗ്രാം ദാറ്റ് ഹാസ് എ collaborative approach to improve the health of people, animal and environment. മനുഷ്യരോഗങ്ങൾ, മൃഗരോഗങ്ങൾ, പരിസ്ഥിതി ആരോഗ്യം എന്നിവ തമ്മിലുള്ള ബന്ധം തിരിച്ചറിയുകയും അവയെ ഏകോപിതമായി നിയന്ത്രിക്കുകയും ചെയ്യുന്ന സാമൂഹിക ആരോഗ്യ പരിപാലന പദ്ധതിയാണ് വൺ ഹെൽത്ത് പ്രോഗ്രാം. മനുഷ്യരോഗങ്ങൾ, മൃഗരോഗങ്ങൾ, പരിസ്ഥിതി ആരോഗ്യം എന്നിവ തമ്മിലുള്ള ബന്ധം തിരിച്ചറിയുകയും അവയെ ഏകോപിതമായി നിയന്ത്രിക്കുകയും ചെയ്യുന്ന സമഗ്ര ആരോഗ്യ പരിപാലന പദ്ധതിയാണ് വൺ ഹെൽത്ത് പ്രോഗ്രാം. ഇനി 68ാമത്തെ ചോദ്യം നോക്കാം. ബോർഡറ്റെല്ല പെർട്ടോസിസ് എന്ന രോഗാണു പരത്തുന്ന രോഗം ഏതാണ്? ബോർഡറ്റെല്ല പെർട്ടോസിസ് എന്ന രോഗാണു പരത്തുന്ന രോഗം ഓപ്ഷൻ സി ആണ് വൂഫിംഗ് കഫ് എന്ന് വെച്ചാൽ വില്ലൻ ചുമയാണ്. ബോർഡറ്റെല്ല പെർട്ടോസിസ് എന്ന രോഗാണു പരത്തുന്ന രോഗം വില്ലൻ ചുമയാണ്. താഴെ തന്നിരിക്കുന്ന ചിത്രം ഏത് സംവേദന സംവിധാനത്തിന്റെ നിയമത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ലോ ഓഫ് സിംപ്ലിസിറ്റി. താഴെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അത് ഏത് സംവേദന സംവിധാനത്തിന്റെ നിയമത്തിന് ഉദാഹരണമാണെന്നാണ് ചോദ്യം. അത് ലോ ഓഫ് സിംപ്ലിസിറ്റി ആണ്, ലാളിത്യത്തിന്റെ നിയമമാണ്. 70ാമത്തെ ചോദ്യം. പാവക്കുട്ടികൾക്ക് ആഹാരം നൽകുന്നത് കണ്ടിട്ടില്ലേ? പിയാഷെയുടെ അഭിപ്രായത്തിൽ ഏത് വികാസഘട്ടത്തിന്റെ സവിശേഷതയാണ് സചേതന ചിന്ത? ഓപ്ഷൻ ബി ആണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, പ്രാക് മനോവ്യാപാര ഘട്ടം. പാവക്കുട്ടികൾക്ക് ആഹാരം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾ അതിൽ
പിയാഷെയുടെ വികാസഘട്ടത്തിന്റെ ഏത് സവിശേഷതയാണ് ഈ സചേതന ചിന്ത എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ആണ് പ്രാഗ്മനോവ്യാപാര ഘട്ടം. 71ാമത്തെ ചോദ്യം. 8 10 രൂപ നോട്ടുകൾ ചേർന്നാൽ 80 രൂപയാകും എന്നറിയുന്ന കുട്ടി 80 രൂപയിൽ എത്ര 10 രൂപയുടെ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ പ്രയാസപ്പെടുന്നു. കുട്ടിക്ക് ഏത് പരിമിതിയാണ് ഉള്ളത്? ഓപ്ഷൻ ബി ആണ് റിവേഴ്സിബിലിറ്റി ഇല്ല, പ്രത്യാവർത്തനമില്ല, തിരിച്ച് ചിന്തിക്കാനുള്ള കഴിവില്ല. അപ്പൊ 8 10 രൂപ നോട്ടുകൾ ചേർന്നാൽ 80 രൂപയാകും എന്നറിയുന്ന കുട്ടി 80 രൂപയിൽ എത്ര 10 രൂപയുണ്ടെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ പ്രയാസപ്പെടുന്നു. ഏത് പരിമിതിയാണ്? റിവേഴ്സിബിലിറ്റി ആണ് അവിടെ ഉള്ളത്. 72ാമത്തെ ചോദ്യം നോക്കാം. ഗാന്ധിജിയുടെ സത്യസന്ധത ആൽപോർട്ടിന്റെ ട്രേഡ് തിയറിയിൽ ഏത് സവിശേഷതകളിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ സി ആണ് മുഖ്യ സവിശേഷതകൾ. ഗാന്ധിജിയുടെ സ്വഭാവത്തിലെ സത്യസന്ധത ആൽപോർട്ടിന്റെ ട്രേഡ് തിയറിയിൽ ഏത് സവിശേഷതകളിൽ ഉൾപ്പെടുന്നു? അത് ഏത് സവിശേഷതയാണ്? ഓപ്ഷൻ സി ആണ് മുഖ്യ സവിശേഷത, കാർഡിനൽ ട്രേറ്റ്സ് ആണ്. 73ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ ചെയർപേഴ്സൺ ഓഫ് സെൻട്രൽ കോർഡിനേഷൻ കമ്മിറ്റി അണ്ടർ ദ ഡിസബിലിറ്റീസ് ആക്ട്? വികലാംഗ ആക്ട് നടപ്പിലാക്കുന്നതിനുള്ള കേന്ദ്ര കോർഡിനേഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ സി ആണ് മിനിസ്റ്റർ ഓഫ് സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ്, കേന്ദ്ര സാമൂഹിക ക്ഷേമ വകുപ്പ് ചുമതലയുള്ള മന്ത്രി. 74ാമത്തെ ചോദ്യം. ഹു ഫോർമുലേറ്റഡ് ദ ഗിവൺ ഇക്വേഷൻ IQ equal to mental age divided by chronological age into 100? mental age divided by chronological age into 100 എന്ന IQവിന് ഡെഫിനിഷൻ കൊടുത്തത് ആരാണ്? ആൽഫ്രഡ് ബീനെയാണ്. ആൽഫ്രഡ് ബീനയുടെ ഇക്വേഷൻ ആണ് IQവിൻ്റെത്. 75ാമത്തെ ചോദ്യം നോക്കാം. ഭൂപടം, ചാർട്ട്, ഡയഗ്രം എന്നിവ വായിച്ച് അപഗ്രഥിക്കുന്നതിന് കഴിവുള്ള കുട്ടികളുടെ ബുദ്ധിയുടെ ഏത് ഘടകമാണ് മുന്നിൽ നിൽക്കുന്നത്? അപ്പൊ ഓപ്ഷൻ സി ആണ് ഉത്തരം. സ്പേഷ്യൽ ഇന്റലിജൻസ് ആണ്, ദൃശ്യസ്ഥലപരമായ ബുദ്ധി. ഭൂപടം, ചാർട്ട്, ഡയഗ്രം എന്നിവ വായിച്ച് അപഗ്രഥിക്കുന്നതിന് കഴിവുള്ള കുട്ടിയുടെ ബുദ്ധിയുടെ ഏത് ഘടകമാണ് മുന്നിൽ നിൽക്കുന്നത്? സ്പേഷ്യൽ ഇന്റലിജൻസ് ആണ്, ദൃശ്യസ്ഥലപരമായ ബുദ്ധി. 76ാമത്തെ ചോദ്യം. പീപ്പിൾ ഹു ഡോണ്ട് ഹാവ് ചിൽഡ്രൻ ലവ് പെറ്റ്സ് ടു മച്ച്. വിച്ച് അഡ്ജസ്റ്റ്മെന്റ് ടെക്നിക് ഈസ് യൂസ്ഡ് ഹിയർ? കുട്ടികളില്ലാത്തവർ വളർത്തുമൃഗങ്ങളെ അമിതമായി സ്നേഹിക്കുന്നു. ഇവിടെ ഏത് സമായോജന ക്രിയാതന്ത്രമാണുള്ളത്? ഓപ്ഷൻ സി ആണ് ഡിസ്പ്ലേസ്മെന്റ്, ഉദാത്തീകരണം. 77ാമത്തെ ചോദ്യം. ലോസ് പ്രൊട്ടക്റ്റീവ് വിമൻ ആർ. സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ ഏതെല്ലാം എന്നാണ്? ഓപ്ഷൻ സി ആണ് 1, 3, 4 ആണ്. ഒന്ന് ആർട്ടിക്കിൾ 15 ക്ലോസ് 3, ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 39 ക്ലോസ് ഇ ആൻഡ് എഫ്. സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ എന്തെല്ലാം എന്നാണ്? ഓപ്ഷൻ സി 1, 3, 4, ആർട്ടിക്കിൾ 15 ക്ലോസ് 3യും ആർട്ടിക്കിൾ 51 ക്ലോസ് എയും ആർട്ടിക്കിൾ 39 ക്ലോസ് ഇ ആൻഡ് എഫ്. അതാണ് സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾസ്. 78ാമത്തെ ചോദ്യം. ഒരു വ്യക്തി ഒരു നിശ്ചിത സാഹചര്യത്തിൽ എന്ത് ചെയ്യും എന്നതിനൊരു പ്രവചനം നടത്താൻ കഴിയുന്നത് അനുവദിക്കുന്നതാണ് വ്യക്തിത്വം. ഈ നിർവചനം നൽകിയത് ആരാണ്? പേഴ്സണാലിറ്റി ഈസ് ദാറ്റ് വിച്ച് പെർമിറ്റ്സ് എ പ്രഡിക്ഷൻ ഓഫ് വാട്ട് എ പേഴ്സൺ വിൽ ഡു ഇൻ എ ഗിവൺ സിറ്റുവേഷൻ. അത് ഓപ്ഷൻ സി ആണ്, RB കാറ്റലിന്റെ ആണ്. RB കാറ്റലിന്റെ ഡെഫിനിഷൻ ആണ് ഒരു വ്യക്തി ഒരു നിശ്ചിത സാഹചര്യത്തിൽ എന്ത് ചെയ്യും എന്നതിന് ഒരു പ്രവചനം നടത്താൻ കഴിയുന്നതിന് അനുവദിക്കുന്നതാണ് വ്യക്തിത്വം എന്ന നിർവചനം. RB കാറ്റലിന്റെ ആണ്. 79ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ കറക്റ്റ് ഡെഫിനിഷൻ ഓഫ് ഗ്രാമസഭ ആസ് പെർ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം ഗ്രാമസഭ എന്നതിന്റെ ശരിയായ നിർവചനം എന്താണ്? ഓപ്ഷൻ സി ആണ് ഒരു പഞ്ചായത്തിന്റെ പരിധിക്കുള്ളിലെ ഒരു ഗ്രാമത്തിലെ വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളെയും ഉൾക്കൊള്ളുന്ന ഒരു സമിതിയാണ് ഗ്രാമസഭ. 80ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സംവിധാനത്തെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് ശരിയായവ എഴുതുക. പഞ്ചായത്ത് രാജിനെ കുറിച്ചുള്ള ചോദ്യമാണ്. ഓപ്ഷൻ ബി ആണ് 1, 2 മാത്രമാണ്. പഞ്ചായത്ത് രാജ് സംവിധാനം 73ാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമത്താൽ ഭരണഘടനാവൽക്കരിക്കപ്പെട്ടു. ഒരു പഞ്ചായത്തിന്റെ കാലാവധി നേരത്തെ പിരിച്ചുവിട്ടില്ലെങ്കിൽ 5 വർഷമാണ്. പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. പഞ്ചായത്ത് രാജ് സംവിധാനം 73ാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമത്താൽ ഭരണഘടനാവൽക്കരിക്കപ്പെട്ടു. ഒരു പഞ്ചായത്തിന്റെ കാലാവധി നേരത്തെ പിരിച്ചുവിട്ടില്ലെങ്കിൽ 5 വർഷമാണ്. കാലാവധി 5 വർഷം. 81ാമത്തെ ചോദ്യം നോക്കാം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഓപ്ഷൻ സി നോക്കാം. 1, 3 മാത്രമാണ്. ആർട്ടിക്കിൾ 23K ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നു. പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടം, നിർദ്ദേശ നിയന്ത്രണം എന്നിവ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളിൽ നിക്ഷിപ്തമായിരിക്കും. ആർട്ടിക്കിൾ 243K ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നു. പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടം, നിർദ്ദേശ നിയന്ത്രണം എന്നിവ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമായിരിക്കണം.
എന്താണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് പറഞ്ഞത്. 82ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് കമ്മിറ്റിയാണ് പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്താൻ ശുപാർശ ചെയ്യുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് 1977 നിയമിച്ചത്? 1977 ഇന്ത്യ ഗവൺമെന്റ് പഞ്ചായത്ത് രാജുകളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾ ശുപാർശയായി നിയമിച്ച കമ്മീഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് കമ്മിറ്റിയാണെന്നാണ്? അശോക് മേത്ത കമ്മിറ്റിയാണ്. 1977 പർട്ടിക്കുലറായിട്ട് തന്നേക്കുമ്പോൾ പഞ്ചായത്ത് രാജുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്തിരിക്കേണ്ട കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റിയാണ്. 83ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 11ാം ഷെഡ്യൂൾ പ്രകാരം താഴെ പറയുന്നവ ഏതാണ് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് നിയോഗിച്ചിട്ടില്ലാത്ത വിഷയം? 83ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ഹയർ എഡ്യൂക്കേഷൻ, ഉന്നത വിദ്യാഭ്യാസം. ഇന്ത്യൻ ഭരണഘടനയുടെ 11ാം ഷെഡ്യൂൾ പ്രകാരം പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് നിയോഗിച്ചിട്ടില്ലാത്ത വിഷയമാണ് ഉന്നത പഠനം. 84ാമത്തെ ചോദ്യം, which of the following statement regarding the state finance commission is correct? സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. It recommends the measures needed to improve the financial position of പഞ്ചായത്ത്. പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ നടപടികൾ ഇത് ശുപാർശ ചെയ്യുന്നു. 85ാമത്തെ ചോദ്യം നോക്കാം. പഞ്ചായത്തുകളുടെ ഘടന സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഓപ്ഷൻ ബി ആണ്. 1, 2 മാത്രം നോക്കിയാൽ മതി. ഓരോ സംസ്ഥാനവും ഗ്രാമ, ഇന്റർമീഡിയറ്റ്, ജില്ലാ തലങ്ങളിൽ പഞ്ചായത്തുകൾ സ്ഥാപിക്കേണ്ടതാണ്. 1, 2 മാത്രമാണ്. 20 ലക്ഷമോ അതിൽ കുറവോ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് ലെവൽ പഞ്ചായത്തുകൾ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഒന്നുകൂടെ പറയാം. പഞ്ചായത്തുകളുടെ ഘടന സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഓരോ സംസ്ഥാനവും ഗ്രാമ, ഇന്റർമീഡിയറ്റ്, ജില്ലാ തലങ്ങൾ പഞ്ചായത്തുകൾ സ്ഥാപിക്കേണ്ടതാണ്. 20 ലക്ഷമോ അതിൽ കുറവോ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് ലെവൽ പഞ്ചായത്തുകൾ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അടുത്ത 86ാമത്തെ ചോദ്യം നോക്കാം. പഞ്ചായത്തുകളുടെ അധികാരങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ എന്നിവ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ്. സാമ്പത്തിക വികസനത്തിനും സാമൂഹിക നീതിക്കുമുള്ള പദ്ധതികൾ തയ്യാറാക്കുക. പഞ്ചായത്തുകളുടെ അധികാരങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ എന്നിവ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? സാമ്പത്തിക വികസനത്തിനും സാമൂഹിക നീതിക്കുമുള്ള പദ്ധതികൾ തയ്യാറാക്കുക. 87ാമത്തെ ചോദ്യം നോക്കാം. പഞ്ചായത്തിന്റെ അക്കൗണ്ടുകളുടെ പരിപാലനത്തിനും ഓഡിറ്റിങ്ങിനും വ്യവസ്ഥകൾ ഏർപ്പെടുത്താൻ ആർക്കാണ് അധികാരം? ഓപ്ഷൻ ബി ആണ്. ഒരു സംസ്ഥാനത്തിന്റെ നിയമസഭയ്ക്ക്. പഞ്ചായത്തിന്റെ അക്കൗണ്ടുകളുടെ പരിപാലനത്തിനും ഓഡിറ്റിങ്ങിനും വ്യവസ്ഥകൾ ഏർപ്പെടുത്താൻ ആർക്കാണ് അധികാരം? ആർക്കാണ്? ഒരു സംസ്ഥാനത്തിന്റെ നിയമസഭയ്ക്ക്. 88ാമത്തെ ചോദ്യം, which article of the Indian Constitution defines the duration of the പഞ്ചായത്ത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് പഞ്ചായത്തിന്റെ കാലാവധി നിർവചിക്കുന്നത്? ആർട്ടിക്കിൾ 243 ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് പഞ്ചായത്തിന്റെ കാലാവധി നിർവചിക്കുന്നത്? ആർട്ടിക്കിൾ 243 89ാമത്തെ ചോദ്യം, 2025 ജനുവരിയിൽ ഏത് ഇന്ത്യൻ പ്രമുഖ വ്യക്തിയാണ് വനിതാ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രതിനിധികളെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നൂതനാശയങ്ങൾ സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിച്ചത്? ഓപ്ഷൻ സി ലോക്സഭാ സ്പീക്കർ ഓം ബിർള. കറണ്ട് അഫയേഴ്സ് ആണ്. 2025 ജനുവരിയിൽ ഏത് ഇന്ത്യൻ പ്രമുഖ വ്യക്തിയാണ് വനിതാ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രതിനിധികളെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും നൂതന ആശയങ്ങളും സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിച്ചത്? ഓപ്ഷൻ സി ആണ്. ലോക്സഭാ സ്പീക്കർ ഓം ബിർള. 90ാമത്തെ ചോദ്യം, which of the following best describes the scope of public health? ഇനി പറയുന്നവയിൽ എന്താണ് പൊതുജനാരോഗ്യത്തിന്റെ വ്യാപ്തി ഏറ്റവും നന്നായി വിവരിക്കുന്നത്? Preventing diseases and promoting health at a population level. രോഗങ്ങൾ തടയുകയും സാമൂഹിക തലങ്ങളിൽ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. 91ാമത്തെ ചോദ്യം നോക്കാം. പൊതുജനാരോഗ്യ സമീപനം പ്രശ്നം തിരിച്ചറിയുന്നതിൽ നിന്ന് പ്രതികരണങ്ങളിലേക്ക് മാറുന്നു. ഈ പ്രക്രിയയിൽ എന്താണ് പ്രവർത്തിക്കുന്നത്? ഘട്ടത്തിന്റെ പ്രാധാന്യം എന്താണ്? ഓപ്ഷൻ ബി ആണ്. It evaluates the effectiveness of different interventions before large scale implementation. വലിയ തോതിലുള്ള നടപ്പാക്കലിന് മുമ്പ് വ്യത്യസ്ത ഇടപെടലുകളുടെ ഫലപ്രാപ്തി ഇത് വിലയിരുത്തുന്നു. 92ാമത്തെ ചോദ്യം, ഇനി പറയുന്നവയിൽ എന്താണ് സാർവത്രികവും തിരഞ്ഞെടുത്തതുമായ പ്രതിരോധ തന്ത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും നന്നായി വിവരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്. അപകട സാധ്യതയുള്ള വ്യക്തികളെ തിരിച്ചറിയാതെ മുഴുവൻ ജനസംഖ്യയ്ക്കും സാർവത്രിക തന്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അതേസമയം തെരഞ്ഞെടുത്ത തന്ത്രങ്ങൾ അറിയപ്പെടുന്ന അപകട സാധ്യതാ ഘടകമുള്ള ഗ്രൂപ്പുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 93ാമത്തെ ചോദ്യം, നിർദ്ദിഷ്ട ജനസംഖ്യയിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട അവസ്ഥകളുടെ വിതരണത്തെയും നിർണയങ്ങളെയും കുറിച്ചുള്ള പഠനവും ആരോഗ്യ പ്രശ്നങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഈ പഠനത്തിന്റെ പ്രയോഗവും? ഓപ്ഷൻ എ ആണ്. എപ്പിഡെമിയോളജി ആണ്. ഒന്നും കൂടെ നോക്കാം. സ്റ്റഡി ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ്
determinants of health-related states among specified populations and the application of the studies to the control of health problems. എപ്പിഡെമിയോളജി ആണ്. 94ാമത്തെ ചോദ്യം, ഇനി പറയുന്നവയിൽ ഏതാണ് പോസിറ്റീവ് ആരോഗ്യ സൂചകത്തിന് ഉദാഹരണം? ഓപ്ഷൻ സി ആണ് ജനന സമയത്തെ ആയുർദൈർഘ്യം, ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത്. 95ാമത്തെ ചോദ്യം, സുസ്ഥിരമായ ധനസഹായവും നിയമപരമായ പിന്തുണയും ഉറപ്പാക്കിക്കൊണ്ട് വിജയകരമായ മാതൃ ആരോഗ്യ പരിപാടിയെ ദേശീയ നയത്തിലേക്ക് സംയോജിപ്പിക്കാൻ ഒരു സർക്കാർ തീരുമാനിക്കുന്നു. ഏത് തരം സ്കെയിലിംഗ് ആപ്പ് ഒരു ഉദാഹരണമാണ്? ഓപ്ഷൻ ബി ആണ് വെർട്ടിക്കൽ സ്കെയിലിംഗ് ആപ്പ്. A government decides to integrate a successful maternal health program into a national policy, ensuring sustained funding and legal support. This is an example of which type of scaling up? Vertical scaling up ആണിത്. 96ാമത്തെ ചോദ്യം, 96, ഇനി പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ നാഷണൽ ഹെൽത്ത് മിഷന്റെ പ്രധാന ലക്ഷ്യം? ഇന്ത്യയുടെ നാഷണൽ ഹെൽത്ത് മിഷന്റെ പ്രധാന ലക്ഷ്യം ഓപ്ഷൻ ബി ആണ് എൻഹാൻസിങ് ഇക്വിറ്റബിൾ അക്സസ് ടു ഹെൽത്ത് കെയർ, ആരോഗ്യ പരിരക്ഷയ്ക്ക് തുല്യമായ പ്രവേശനം വർദ്ധിപ്പിക്കുക. 97ാമത്തെ ചോദ്യം, ദേശീയ ആരോഗ്യ നയം 2017 അനുസരിച്ച് ആരോഗ്യ പരിരക്ഷ ഏത് തരത്തിലുള്ള സമീപനത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നു? ഓപ്ഷൻ ബി ആണ് പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയർ, പ്രതിരോധവും പ്രോത്സാഹനപരവുമായ ആരോഗ്യ പരിരക്ഷ. 98ാമത്തെ ചോദ്യം, ദേശീയ ആരോഗ്യ ദൗത്യം രാജ്യത്ത് ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനായി 100 ദിവസത്തെ അംബ്രല്ല ക്യാമ്പയിൻ ആരംഭിച്ചു. അത് ഓപ്ഷൻ സി ആണ് ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടി. 99ാമത്തെ ചോദ്യം, കേരള പൊതുജനാരോഗ്യ നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. അപ്പൊ 2023 കേരള പൊതുജനാരോഗ്യ നിയമം നിലവിൽ വന്നത്. പൊതുജനാരോഗ്യ സംരക്ഷണത്തിനായി ഏകാരോഗ്യം എന്ന സമീപനം സ്വീകരിക്കണം. ആരോഗ്യം പ്രദാനം ചെയ്യുന്ന സാമൂഹിക സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. രോഗത്തിന് കാരണമായേക്കാവുന്ന അവസ്ഥകൾ ദുർബലമാക്കുകയോ ഇല്ലാതാക്കുകയോ വേണം. ട്രാവൻകൂർ കൊച്ചിൻ പബ്ലിക് ഹെൽത്ത് ആക്ട് 1955, മദ്രാസ് പബ്ലിക് ഹെൽത്ത് ആക്ട് 1939 എന്നിവയ്ക്ക് പകരമായി ഇത് നിലവിൽ വന്നു. കേരള പൊതുജനാരോഗ്യ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. 2023 ഈ നിയമം നിലവിൽ വന്നത്. പൊതുജനാരോഗ്യ സംരക്ഷണത്തിനായി ഏകാരോഗ്യം എന്ന സമീപനം സ്വീകരിക്കണം. ആരോഗ്യം പ്രദാനം ചെയ്യുന്ന സാമൂഹിക സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. രോഗത്തിന് കാരണമായേക്കാവുന്ന അവസ്ഥകൾ ദുർബലമാക്കുകയോ ഇല്ലാതാക്കുകയോ വേണം. ട്രാവൻകൂർ കൊച്ചിൻ പബ്ലിക് ഹെൽത്ത് ആക്ട് 1955, മദ്രാസ് പബ്ലിക് ഹെൽത്ത് ആക്ട് 1939 എന്നിവയ്ക്ക് പകരമായി ഇത് നിലവിൽ വന്നു. 100ാമത്തെ ചോദ്യം, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമീപകാല ഡേറ്റ അനുസരിച്ച് 2024 ഏറ്റവും കൂടുതൽ വനിതാ വോട്ടർമാരുള്ള സംസ്ഥാനം കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഓപ്ഷൻ സി പുതുച്ചേരിയാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമീപകാല ഡേറ്റ അനുസരിച്ച് 2024 ഏറ്റവും കൂടുതൽ വനിതാ വോട്ടർമാരുള്ള സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണ്. അപ്പൊ ഈ പാർട്ടിൽ സൈക്കോളജി മാത്രമല്ല കേരള പഞ്ചായത്ത് രാജ് ആക്ടും കുറച്ച് കറണ്ട് അഫയേഴ്സ് എല്ലാം കടന്നു വരുന്നുണ്ട്. അപ്പൊ ഇതോടുകൂടി ആ ക്വസ്റ്റ്യൻ പേപ്പർ തീർന്ന് 41 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ബൈ.